തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കേവലം 1.5 കിലോമീറ്റർ മാത്രം മാറിയാണ് ദാ ഈ കാണുന്ന പ്രോപ്പർട്ടി 2 പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളത്. അതായത് 5 സെൻറ്റ് വീതം വരുന്ന 2 പ്ലോട്ടുകളാണുള്ളത്. ഇതിലേക്കുള്ള റോഡിൻ്റെ വീതി നോക്കി ദാ ഇത് തൊട്ട് ഇതുവരെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിൻ്റെ വീതി. ഇത് നമ്മുടെ ബൈ റോഡാണ്. മെയിൻ റോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ട് താഴെയാണ് ഇതിൻ്റെ ഒരു മെയിൻ റോഡ് വരുന്നത്. ആ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വീതിക്ക് ഏകദേശം 7 മീറ്ററോളം വീതിക്കാണ് റോഡുള്ളത്. നല്ല പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. കാരണം കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ നമ്മുടെ കിൻഫ്ര കഴക്കൂട്ടത്ത് നിന്ന് ചന്തവള പോകുന്ന വഴി കിൻഫ്ര സൈനിക് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ അവിടെ നിന്ന് പുതിയൊരു കെട്ടിടം ടാറ്റ LC എന്ന് പറഞ്ഞൊരു കെട്ടിടം വരുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് 450 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. പ്രൈം ലൊക്കേഷനിൽ നല്ല കിടിലം റേറ്റിന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇത് ഏകദേശം 2011 ഇതിൻ്റെ പ്രീവിയസ് ഓണർ വാങ്ങിയതാണ്. അതായത് അന്ന് ഇവിടെ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തപ്പോൾ നല്ല പക്ക കരഭൂമിയായിട്ട് വാങ്ങിയിട്ടിരുന്ന പ്ലോട്ടാണ് കേട്ടോ. അപ്പോൾ അവർ പിന്നീട് വീട് വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ വാങ്ങിയതാണ്. ഇപ്പോൾ എന്തായാലും ഇത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം തന്നെ ഡീലാക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്കുള്ള വഴി പൂർണ്ണമായിട്ടും കാണിച്ചു തരാം. അതായത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് 1.5 കിലോമീറ്റർ മാറി. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് കഴക്കൂട്ടം ജംഗ്ഷനാണ്. ഇവിടെ നിന്നതായി ഈ കാണുന്ന ആക്സസ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഏകദേശം 1.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു ശിവൻകോവിലുണ്ട്. അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇനി അതുമല്ല നമ്മുടെ കാര്യവട്ടം പോകുന്ന വഴിയിൽ ഗോദ സ്പോർട്സിലേക്ക് പോകുന്ന വഴിയുണ്ട്. അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇനി നമ്മുടെ ചന്തവള അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ നിന്നാണെങ്കിൽ കിൻഫ്രയുടെ ബാക്ക് ഗേറ്റിൽ പുതിയ ടാറ്റ എലിക്സിയുടെ അവിടെ നിന്ന് ഏകദേശം 400 മീറ്ററിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അത്രയും നല്ല കിടിൽ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിൽ സെൻറ്റിന് വെറും 7 ലക്ഷം രൂപയ്ക്ക് പക്ക കരഭൂമി നല്ല ഉയർന്ന സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നമ്മളിതിൻ്റെ തൊട്ടടുത്തുള്ള ആക്സസുകളും പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയും പൂർണ്ണമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ വഴി പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അടുത്തൊരു മേജർ ആക്സസ് എന്ന് പറയുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മളെ കാര്യവട്ടം റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡ്. ഇതാ ഇവിടെയാണെങ്കിൽ പുന്നാട്ടുകോണം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഗോദ സ്പോർട്സ് ഗോദ ടർഫിലേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട്. ഈ റോഡ് ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ്. ഈ റോഡ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. അകത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നല്ലൊരു മെയിൻ റോഡിൻ്റെ വീതിയിൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും വീതിയുള്ള റോഡ് കിട്ടും. പക്ഷേ റോഡ് അവിടെ ആയിട്ടൊന്ന് പൊളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അതിപ്പോൾ ടെൻഡർ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഉടനെ ടാറിങ്ങും ആവുന്നുണ്ടാവും. നമ്മൾ ആദ്യം ഇൻട്രോ പറഞ്ഞ ലൊക്കേഷൻ എന്നാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഈ ജംഗ്ഷനിൽ വന്ന് കയറും. ഇനി അതല്ല ഗോദ ടർഫിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ അവിടെ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റിലോട്ട് കാണുന്ന വഴി. അങ്ങനെ വരുമ്പോഴായാലും ഇതുവഴി നമ്മുടെ ഈ ഒരു റോഡിലേക്ക് വന്ന് കയറും. ഇവിടെ നിന്ന് ആ കാണുന്ന വഴിയാണ്. ഇവിടെ ഇങ്ങോട്ട് ഗോദ ടർഫ് അല്ലെങ്കിൽ കോർണർ സിറ്റി എന്ന് പറഞ്ഞൊരു ടർഫ് അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോകേണ്ടത് കോർണർ സിറ്റിയുടെ അവിടെ ചെന്നിട്ട് പിന്നെ വലത്തോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമ്മുടെ ഒരു മേജർ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന കോർണർ സിറ്റി ടർഫ് ഇതിൻ്റെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുന്നാട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന ഈ ഒരു വഴി. ഇവിടെ ഒരു ഷോപ്പ് നോക്കുക. ഈ ഷോപ്പിൻ്റെ സൈഡിലൂടെ കാണുന്ന ഈ ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്താം. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഇതേ കാണുന്നത് ടാറ്റ LC എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കെട്ടിടമാണ് കേട്ടോ. അതായത് നമ്മുടെ കിൻഫ്ര ബേസ് ചെയ്ത് വരുന്ന ടാറ്റയുടെ പുതിയൊരു കെട്ടിടമാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 450 മീറ്റർ, ഇവിടെ നിന്ന് ഒരു 270 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. കിൻഫ്രയുടെ ബാക്ക് ഗേറ്റ് ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിവിടെ ഈ ഒരു പ്രോപ്പർട്ടി എന്നൊക്കെ ആണെങ്കിൽ ഈസി ആക്സസ് ആണ്. നമുക്കിവിടെ നിന്ന് സൈനിക് സ്കൂളിൻ്റെ അവിടേക്കും ഈസിലി കയറാൻ സാധിക്കും. കോർണർ സിറ്റി ടർഫിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഈ റോഡ് കാണാം. അതായത് ഇതെല്ലാം ടാർ റോഡാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് പുല്ല് കയറുന്നെന്ന് അത് ക്ലിയർ ചെയ്തപ്പോഴാണ് ഈ പുറത്തൂടെ ചെളി പോലെ കിടക്കുന്നത്. ഇത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇത്രയും വീതിയുള്ള റോഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ആക്സസ് വരുന്നത്. നമുക്കിവിടെ നിന്ന് ഈ റോഡിന് നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പിൻവശത്ത് അവിടേക്ക് ചെന്ന് കയറാൻ സാധിക്കും. ഏകദേശം ഒരു 3/4 കിലോമീറ്ററാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. ആ രീതിയിലാണ് ആക്സസ് ഉള്ളത്. ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം വീടുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പക്ക ഡ്രൈ ലാൻഡാണ്. അതായത് ഈ റോഡിൻ്റെ ഈ വശം എന്ന് പറയുന്നത് നല്ല ഉയർന്നിരിക്കുന്ന ലാൻഡാണ്. അതിനകത്ത് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതിലാണ് 5 സെൻറ്റ് വീതമുള്ള 2 പ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും വീതിയുള്ള വഴി, നമുക്ക് ഒരു രീതിയിലുള്ള കഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയൊക്കെ സുഖമായിട്ട് വരാം. പിന്നെ ഈ വരുന്ന വഴിക്ക് അവിടെ ആയിട്ട് ഇപ്പോൾ ഗട്ടറായിട്ട് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ആ റോഡ് ഇപ്പോൾ ടെൻഡർ ആയിട്ടുണ്ട്. ഉടനെ തന്നെ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ടാറിങ് ആവുന്നുണ്ടാവും. മോസ്റ്റ്ലി നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടുത്തെ റോഡ് നല്ല രീതിയിൽ ടാറിങ് ആയി നമുക്ക് മെയിൻ റോഡ് കണക്ക് തന്നെ ആവുന്നുണ്ടാവും. നമുക്ക് താഴെ ആ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് തൊട്ട് പിൻവശത്തായിട്ട് ഈ കാണുന്ന ഒരു 5 സെൻറ്റിന് മേളിലേക്ക് വരുന്ന ഒരു സ്ഥലമുണ്ട്. തൊട്ട് പിന്നിലായിട്ട് നമുക്ക് ഏകദേശം 5 സെൻറ്റിന് കുറച്ചും താഴെ ഏകദേശം 4.8 സെൻറ്റ്സ് വരുന്ന ഒരു പ്ലോട്ട് പിൻവശത്തായിട്ടുണ്ട്. ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജാണ് വരുന്നത്. നമ്മുടെ പിൻവശത്തുള്ള പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ റോഡ് ഇങ്ങനെ കയറി നേരെ പോകുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ്. ഈ റോഡ് ഒരു സ്വകാര്യ റോഡാണ്.
അതായത് ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി വന്ന് വീണ്ടും അങ്ങ് മേളിലേക്കുള്ള പ്ലോട്ടുകളിലേക്ക് ആക്സസ് വരുന്ന രീതിയിലാണുള്ളത്. നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇതാണ്. ഇത് വരുന്നത് നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ ഒരു നീളത്തിൽ റെക്റ്റാങ്കിൾ കണക്കുണ്ടാവും. പക്ഷേ മുൻവശത്ത് കുറച്ചുകൂടെ നല്ല വീതിക്കാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 7 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഈ ചുറ്റോട്ടത്തൊക്കെയുള്ള വില അന്വേഷിച്ചിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി.